സത്യം അത് പലപ്പോഴും ക്രൂരമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പലരും അത് വിളിച്ചു പറയാതിരിക്കുന്നത്. പക്ഷെ സത്യം വിളിച്ചു പറഞ്ഞാലോ അത് ചിലപ്പോൾ അവരുടെ നിലനിൽപ്പിന് തന്നെ ബാധിച്ചേക്കാം. ഞാൻ പറഞ്ഞത് ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാജൻ സ്കറിയ. ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന അഴിമതികളെല്ലാം തുറന്ന് കാണിക്കുമ്പോൾ അയാൾക്ക് കിട്ടിയ ശിക്ഷ എന്താണ്? അറസ്റ്റാണ് ഉണ്ടായത്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? സാജൻ സ്കറിയ അറസ്റ്റ് ചെയ്ത് മാസപ്പടി വാങ്ങിയത് കൊണ്ടല്ല. സാജൻ സ്കറിയ അറസ്റ്റ് ചെയ്ത് സ്വർണം കടത്തിയത് കൊണ്ടല്ല. സാജൻ സ്കറിയ അറസ്റ്റ് ചെയ്ത് കള്ളനോട്ട് അടിച്ചത് കൊണ്ടല്ല. സാജൻ സ്കറിയ അറസ്റ്റ് ചെയ്ത് കുഴപ്പണം വെളുപ്പിച്ചതും കൊണ്ടല്ല. വല്ലവന്റെ കൈ അറുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടേനല്ല. 53 വെട്ടുവെട്ടാൻ പറഞ്ഞയച്ചതും കൊണ്ടുമല്ല. എന്തിനാ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? നമ്മുടെ മന്ത്രിമാര് ചെയ്യുന്ന അഴിമതികളും അതിന് കൂട്ടുനിൽക്കുന്ന പോലീസുകാർക്കെതിരെയും ശബ്ദമുയർത്തിയതിനാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്തത്. സാധാരണ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ അയാളെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് സാധാരണ കൊണ്ടുപോകാറുള്ളൂ. 24 മണിക്കൂറും കൊണ്ട് ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. എന്നിട്ടും രാത്രി 9 മണിക്ക് ശേഷം വീട്ടിൽ അച്ഛനും അമ്മയുടെയും ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാൾ എന്താ പോലെ പിടികിട്ടാ പുള്ളിയായിരുന്നോ? എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്തത്?